തിരുവനന്തപുരം കായക്കോട്ടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണ് വൻ ഗതാഗതക്കുരുക്ക്. കായക്കോട്ടം മുതൽ പള്ളിപ്പുറം വരെ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിനായി മാറ്റിസ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് നിലംപൊത്തിയത്. പൂഴിമണലിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറാണ് റോഡിലേക്ക് വീണത്. അല്ലമീൻ വിശദാംശങ്ങളുമായി. ട്രാൻസ്ഫോമർ ശരിയാവണ്ണം നിലത്തുറപ്പിച്ചിട്ടില്ല എന്നാണോ കാണേണ്ടത്? നികേഷ്, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ട്രാൻസ്ഫോമർ ഇളക്കി മാറ്റിയിരുന്നു. എന്നിട്ട് പകരം പൂഴിമണലിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഈ ട്രാൻസ്ഫോമർ. അത് സമാന്തരമായി തന്നെ റോഡ് പണി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്ക് പുതിയ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിരുന്നു. ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി ആ പൈപ്പ് ലൈൻ ചാർജ് ചെയ്ത് വിടുകയായിരുന്നു. ആ പൈപ്പ് ലൈൻ പൊട്ടിയതാണ് ഈ പൂഴിമണലിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ മറിഞ്ഞു വീഴുന്നതിന് കാരണമായത്. റോഡിലേക്ക് മറിഞ്ഞു വീണ് ഏതാണ്ട് 2 മണിക്കൂറോളം റോഡിൽ തന്നെ കിടക്കുകയും കഴക്കൂട്ടം മുതൽ പള്ളിപ്പുറം വരെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒക്കെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും ആളുകളെത്തി ഈ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് നീക്കുന്നതിന് നടപടി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും പൂർണ്ണമായും ഗതാഗത യോഗ്യമായിട്ടില്ല കഴക്കൂട്ടം പള്ളിപ്പുറം റൂട്ട്. അല്ലമീനാണ് വിശദാംശങ്ങൾ.